നഗരസഭാ ബജറ്റിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്ത്. ബജറ്റ് ഒട്ടും തന്നെ ജനകീയമല്ല എന്നും പ്രാധാന്യം നൽകേണ്ട പദ്ധതികൾക്ക് അർഹമായ പ്രാധാന്യമോ തുകയോ അനുവദിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ കൗൺസിലർ CPS ബാലൻ ആരോപിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച 2026-27 വർഷത്തെ ബജറ്റ് ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല എന്നും പുതുതായി ഒരു പദ്ധതിയും മുന്നോട്ട് വയ്ക്കാത്ത ബജറ്റാണ് നഗരസഭയുടേതെന്നും പ്രതിപക്ഷ നേതാവ് CPS ബാലൻ ആരോപിച്ചു. നഗരസഭയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വളരെ തുച്ഛമായ തുകയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത 300-ൽ പരം ആളുകൾ ഉള്ളപ്പോൾ ആ വിഭാഗത്തെ പരിഗണിക്കാത്ത ബജറ്റാണ് ഇത്തവണ നഗരസഭ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന കേരള മാതൃകയ്ക്ക് ₹1 പോലും മാറ്റിവെച്ചിട്ടില്ല എന്നത് ഈ ബജറ്റ് ജനപക്ഷ ബജറ്റല്ല എന്നതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 30% തുകയാണ് 16ഓളം വരുന്ന വിഷയമേഖലകൾക്കകത്ത് പൊതുവായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പാർപ്പിട പദ്ധതി, ലൈവ്ലിഹുഡ് ഇൻക്ലൂസീവ് ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് പറയുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് അപേക്ഷകരാണ് കോതമംഗലം നഗരസഭയിലുള്ളത്. അപ്പോൾ അവരുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ മാന്യമായ തുക അല്ലെങ്കിൽ ഒരു വിഹിതം ഈ ബജറ്റിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നിപ്പോ കഴിഞ്ഞ ജനകീയ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന സ്വപ്ന പദ്ധതികളാണ്. ഒന്ന് ക്രിമിറ്റോറിയം, മറ്റൊന്ന് നമ്മുടെ ടൗൺ ഹാള്. അപ്പോൾ ആ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ മാർച്ച് 31 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പദ്ധതിയുടെ എല്ലാം പൂർത്തീകരണത്തിന്റെ ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇലക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് ചില സാമ്പത്തിക വിനിമയത്തിൻ്റെ കാര്യത്തിലെല്ലാം പ്രയാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഈ പദ്ധതിയുടെ ഒരു സമയബന്ധിതമായിട്ടുള്ള പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ബജറ്റിൻ്റെ ഭാഗമായി ഒരു നയാ പൈസ പോലും മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച മാതൃകയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീക്ക് ഒരു പ്രാധാന്യവും ബജറ്റ് നൽകുന്നില്ല. കഴിഞ്ഞ കൗൺസിൽ കാലത്ത് തുടങ്ങിവച്ച ടൗൺ ഹാൾ, ക്രമറ്റോറിയം എന്നിവയുടെ പൂർത്തീകരണത്തിന് തുക മാറ്റിവെച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഭരണസമിതി മെല്ലെപ്പോക്ക് സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് CPS ബാലൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.